രാവിലെ തന്നെ ഫുഡും കഴിച്ച് നേരെ നമ്മൾ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ്. ഇന്ന് നമുക്ക് റെഗുലർ ചെക്കപ്പ് ഉണ്ട്. അപ്പം ഞാനും ഗോതേണ്ണും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നേരെ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ നേരെ കിൻഡർ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. നമുക്ക് റെഗുലർ ചെക്കപ്പിനൊക്കെ നമുക്ക് ഇവിടെ ആലപ്പുഴയിലും സൗകര്യമുണ്ട്. നമ്മൾ ചേർത്തല വരെ പോകണ്ട. മെയിൻ സ്കാനിങ്ങിന് മാത്രം നമ്മൾ ചേർത്തല പോയാൽ മതി കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. നമുക്ക് അത്രയും ട്രാവൽ കുറച്ച് കിട്ടി. അത് മാത്രമല്ല നമ്മൾ കാണിക്കുന്ന സെയിം ഡോക്ടറെ നമുക്ക് ഇവിടെ കാണാനും പറ്റും. ഞാൻ കാണിക്കുന്നത് സൂസൻ മാഡത്തെയാണ് കേട്ടോ. എനിക്ക് മാഡത്തോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ മാഡത്തിൻ്റെ അടുത്ത് പോയി കാനൊന്നും എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. അത് മാത്രമല്ല എനിക്ക് ഇവിടുത്തെ തോന്നിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് മെയിൻ സ്കാനിങ്ങിന് മാത്രമല്ല നമ്മൾ ബേബിയെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്കൊരു 5 മന്ത് തൊട്ട് എനിക്ക് എപ്പോൾ ചെന്നാലും ഹോസ്പിറ്റലിൽ ചെന്നാലും നമ്മുടെ ബേബീനെ കാണാൻ പറ്റും കേട്ടോ. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ കുറച്ചുകൂടി ഇഷ്ടം തോന്നാൻ തുടങ്ങി. പിന്നെ കാര്യങ്ങളെല്ലാം ഗോവിന്ദനോട് പറഞ്ഞു, ബേബിയുടെ മൂവ്മെന്റ്സ് ഒക്കെ കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ഗോവിന്ദേട്ടനും അത് പറയുന്നത് എനിക്കും സന്തോഷമാണ്. പിന്നെ വീട്ടിൽ വന്നൊരു ബ്രെഡ് കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഗ്യാസ് കയറി വല്ലാണ്ടായി. പിന്നെ അച്ഛൻ എനിക്കൊരു കരിക്ക് വിട്ട് തന്നു. പിന്നെ അതെല്ലാം കൂടെ അങ്ങ് ഛർദ്ദിച്ച് കളഞ്ഞു. പിന്നെ രാത്രി കഞ്ഞിയൊക്കെ കുടിച്ച് സുഖമായിട്ട് പോയി മസാജൊക്കെ ചെയ്ത് കിടന്നുറങ്ങി. ഛർദ്ദിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. ഓക്കെ, ബൈ.